നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. റഷ്യയുമായി ഉക്രൈൻ നടത്തുന്ന പോരാട്ടം, ആ പോരാട്ടത്തിൽ റഷ്യ വലിയ തോതിൽ പ്രതിസന്ധി അനുഭവിച്ച ഘട്ടങ്ങളിലൊക്കെ കൂടെ നിന്ന ഒരു രാഷ്ട്രമാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ ഇറാന് പ്രതിസന്ധി വരുമ്പോൾ റഷ്യക്ക് കയ്യും കെട്ടി നിൽക്കാൻ കഴിയില്ല. ഷഹീദ് ഡ്രോണുകൾ ഉൾപ്പെടെ ഇറാൻ റഷ്യക്ക് കൈമാറിക്കൊണ്ട് കൃത്യമായും ഉക്രൈനിലെ പല സ്ഥലങ്ങളും പിടിച്ചെടുക്കാൻ അവർക്ക് ശക്തി പകർന്ന നീക്കങ്ങൾ. അപ്പോൾ തന്നെ മനസ്സിലാക്കണം, ഖമനേയുടെ മകൻ ഇപ്പോൾ ഗുരുതരാവസ്ഥയിലാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത വരുമ്പോഴും, അതുപോലെ നെതന്യാഹു കൊല്ലപ്പെട്ടു എന്ന രീതിയിലുള്ള വാർത്ത അത് സ്ഥിരീകരിക്കപ്പെടുന്നില്ല. ഇറാൻ മാധ്യമങ്ങളാണ് ഈ കാര്യം വെളിപ്പെടുത്തിയത്. ഇസ്രയേൽ അതിനോട് പ്രതികരിച്ചിട്ടില്ല, US അതിനോട് പ്രതികരിച്ചിട്ടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നെതന്യാഹുവിന് ഇനി അധിക നാളുകളില്ല. നെതന്യാഹുവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഇറാനിലെ റെജീം ചേഞ്ചാണ്. അതിനുവേണ്ടി അമേരിക്കയുമായി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായി നിൽക്കുകയാണ്. പക്ഷേ ആ റെജീം ചേഞ്ച് ഉണ്ടാവുകയില്ല. മുജ്തബ ഖമൈനി അദ്ദേഹം മരണപ്പെട്ടില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവശേഷിക്കുന്ന ജീവൻ വെച്ചുകൊണ്ട് തന്നെ ഇറാൻ കൃത്യമായി ഇസ്രയേലിനോട് കണക്ക് തീർക്കും. ഇസ്രയേൽ എന്ന രാജ്യം ശരിക്കും ഒരു ശവപ്പറമ്പായി മാറാൻ പോവുകയാണ് എന്ന താക്കീതാണ് മുജ്തബ ഖമൈനി കൊടുത്തിരിക്കുന്നത്. അതിന് കാരണമാകുന്ന പല സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റകളുമുണ്ട്. നോക്കൂ, മുജ്തബ ഖമൈനിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 2026 ഈ വർഷം ഏറ്റവും നിർണായകമായി റഷ്യയുമായി ചില കരാറുകളിലേക്ക് ഏർപ്പെട്ടിരിക്കുകയാണ്. റഷ്യയുമായി 2 പ്രധാനപ്പെട്ട കരാറുകളിലേക്ക് എത്തുമ്പോൾ ഇറാൻ്റെ ആണവശേഷിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കയ്ക്കോ അതുപോലെ തന്നെ അറ്റോമിക് എനർജി ഫെഡറേഷനോ തൊടാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരു സമ്പൂർണ്ണ സുരക്ഷാ പാക്കേജ്, അതാണ് ഏറ്റവും നിർണായകമായി ഇറാൻ റഷ്യയുമായി ഒപ്പുവയ്ക്കുന്ന കരാർ. ഈ കരാറിലൂടെ ഇറാന് കൂടുതൽ ശക്തി കൈവരികയും ആണവ സമ്പുഷ്ടീകരണം ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് യാതൊരു രീതിയിലുള്ള വിള്ളൽ വരാതിരിക്കുകയും ചെയ്യും. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ആണവ സമ്പുഷ്ടീകരണം ഉറപ്പുവരുത്തുക എന്നുള്ളത് 2029 പരിപൂർണമായി ആണവ യുദ്ധം നടത്താൻ ശേഷിയുള്ള ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്നതുകൂടിയുണ്ട്. ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഇറാന് ഫണ്ടിങ് ഉൾപ്പെടെ കൊടുക്കാൻ റഷ്യ അത്രമേൽ സുസജ്ജമല്ലാത്തൊരവസ്ഥയാണ്. കാരണം റഷ്യ ഒരു യുദ്ധം നടത്തി യുക്രൈനുമായിട്ടുള്ള പോരാട്ടത്തിൽ റഷ്യക്ക് കനത്ത സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നിരുന്നു. ആ സമയത്ത് പോലും എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട അമേരിക്ക ഏറ്റവും കൂടുതൽ റഷ്യയെ പിടിച്ച് ഞെരുക്കാൻ ശ്രമിച്ചു. ആ ഞെരുക്കത്തിനിടയിലും ഇറാനെയും റഷ്യയും തളർത്താൻ ശ്രമിക്കുന്നതിനിടയിലും പല രാജ്യങ്ങളും അവർക്ക് സഹായമായി വന്നു. നമ്മുടെ രാജ്യവും വലിയ തോതിൽ അമേരിക്കയുടെ പല ഭീഷണികളെയും വകവയ്ക്കാതെ എടുത്ത തീരുമാനങ്ങളുണ്ട്. ഇവിടെ ഇറാൻ 2029 പരിപൂർണമായി ആണവ സജ്ജീകരണം രൂപീകരിച്ചാൽ ഇപ്പം തന്നെ ഇസ്രയേലിന് താങ്ങാൻ കഴിയുന്നില്ല. അപ്പോൾ ആണവ ആയുധം പ്രയോഗിക്കുന്ന ഇറാനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ.